എൻ്റെ അച്ഛൻ ഒരുപാട് പുതുമുഖങ്ങളെ സിനിമയിലോട്ട് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അച്ഛൻ്റെ നിന്ന് ഏറ്റവും ഒബ്സർവ് ചെയ്തിട്ടുള്ളതും അതാണ്. കാരണം പുതിയ ആളുകളെ വെച്ച് അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് സിനിമയോടൊരു താല്പര്യം വരുന്നത്. അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പഠിക്കാൻ പോകുന്നതും സിനിമയിലോട്ട് ഞാൻ വരില്ല എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു. അഭിനയമാണോ അതോ ഡയറക്ഷൻ ആണോ, എങ്ങനെയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു? രണ്ടും ഒരുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആക്ടർ എന്ന നിലയിൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരു ലോങ് കരിയർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പവർ ഗ്രൂപ്പിനെ പറ്റിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തെ പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? കോടതിയിൽ പോയി 2017 കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധി വന്നു. ഇങ്ങനെ ഒരു വിലക്ക് നടന്നിരുന്നു. അപ്പോൾ വിധി എന്ന് പറയുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാക്കി ശരിക്കും സംഭവിച്ചത്. ആ വിധി അച്ഛന് അനുകൂലമായിരുന്നു. അച്ഛൻ്റെ ഈ ശത്രുക്കൾ എന്ന് പറയുന്ന ആളുകൾ അതിൻ്റെ അപ്പീൽ പോയി. പക്ഷേ ആ അപ്പീലിനും അച്ഛൻ ജയിച്ചു. അച്ഛൻ്റെ അത് കണ്ടിന്യൂ ചെയ്തു. അപ്പം സുപ്രീം കോടതിയും അച്ഛൻ അനുകൂലമായിട്ട് വിധിച്ചപ്പോഴാണ് ആൾക്കാർക്കും ഒരുപക്ഷെ മീഡിയയ്ക്കും ബാക്കിയുള്ള സിനിമാക്കാർക്കൊക്കെ മനസ്സിലായിരുന്ന ഒരു റെലവൻറ്റ് ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിധിയുടെ അർത്ഥം എന്താണ്? അതങ്ങനെ വിലക്കി നിർത്താൻ ഒരു ഗ്രൂപ്പ് അപ്പുറത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയിലേക്കുള്ളൊരു പാതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആനന്ദ് ശ്രീബാലയിലെ കഥ ഇത് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സസ്പെൻസും ട്വിസ്റ്റും ഒക്കെയുള്ള ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കഥ ഇതിനകത്തുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ കണക്ക് നടന്ന ഒരു സംഭവമായിട്ട് സാമ്യമുള്ള ഒരു കഥ ഇതിനകത്തുണ്ട്. മിഷേലിന്റെ പാരന്റ്സ് എന്താണ് പറഞ്ഞത്? മിഷേലിൻ്റെ അച്ഛൻ ഈ സിനിമ കണ്ടിരുന്നു. ആ കുട്ടിയുടെ ജീവിതകഥ ഒരു സിനിമയാക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ ആക്കേണ്ടിയിരുന്നത് എന്നുള്ളൊരു വളരെ പോസിറ്റീവായിട്ടുള്ള എന്നെയും അഭിലാഷിനെയും ഞങ്ങളുടെ ഫുൾ ക്രൂവിനെയും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആക്കിയ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. നാനാ ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണു വിനയ് ആണ് കൂടെയുള്ളത്. ഹലോ സർ. ഈ ഒരു ഡയറക്ഷനിലേക്ക് കയറി വന്ന് ഇത് ഫസ്റ്റ് ഒരു സിനിമയാണല്ലേ, ഒറ്റയ്ക്ക് ചെയ്യുന്ന ആ ഒരു സിനിമ. അതും പോരാഞ്ഞിട്ട് ഇതൊരു എല്ലാവരും നോക്കിക്കാണുന്ന ഒരു വലിയൊരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത് തന്നെ. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇത് എന്താണെന്നുള്ളത് ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു സ്റ്റോറി സാർ എടുക്കാനുള്ള റീസൺ എന്താണ്? ഇതിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മൊത്തത്തിൽ പണി കിട്ടും. അപ്പൊ അതിനൊരു കൺക്ലൂഷൻ കൊണ്ട് വെക്കുമ്പോഴും അത് എന്തൊക്കെയായിരുന്നു എൻ്റെ മെയിൻ ടാസ്കുകൾ എന്ന് പറയുന്നത്? അല്ല, എനിക്ക് സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതായിരുന്നു എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിപ്പെടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതിൻ്റെ നിർമ്മാതാക്കളായ ശ്രീ വേണുകുന്നപ്പള്ളിയും ആൻഡോ ജോസഫും അതിനൊരു ഓപ്പർച്യൂണിറ്റി മുന്നോട്ട് വെച്ചു. അഭിലാഷ് പിള്ള മാളികപ്പുറം എന്ന് പറഞ്ഞ ഹിറ്റ് പടത്തിന് ശേഷം എഴുതുന്ന തിരക്കഥ. അപ്പം ഞാനത് ഇരുകൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അഭിലാഷ് പിള്ള കുറച്ച് കഥകൾ പറയുന്നുണ്ട്. ഇഷ്ടമുള്ള കഥ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യൂ എന്നാണ് നിർമ്മാതാക്കൾ പറഞ്ഞത്. അപ്പോൾ അതിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിൽ എനിക്കും അർജുനും ഇതിൻ്റെ മെയിൻ ആക്ടേഴ്സിനും പ്രൊഡക്ഷനും ഒക്കെ ഇഷ്ടപ്പെട്ടത് ഈ ആനന്ദ് ശ്രീബാലയിലെ കഥയാണ്. ആനന്ദ് ശ്രീബാലയിലെ കഥ ഇത് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സസ്പെൻസും ട്വിസ്റ്റും ഒക്കെയുള്ള ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കഥ ഇതിനകത്തുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ കണക്ക് നടന്ന ഒരു സംഭവമായിട്ട് സാമ്യമുള്ള ഒരു കഥ ഇതിനകത്തുണ്ട്. അപ്പോൾ എനിക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു. ഇത് നല്ല രീതിയിൽ എനിക്ക് പ്രേക്ഷകരോട് പറയാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശരിക്കുമുള്ള വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ ഭാഷയിലും ഒരുപാട് ഭാഷയിലും സിനിമകൾ മുമ്പ് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത കേസായതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിൻ്റെ അന്വേഷണം നടക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ചില കാര്യങ്ങൾക്കപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളൊരു കേസ് സ്റ്റഡി നടത്തി അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തൊരു കഥയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടിയുടെ ജീവിതകഥയല്ല, അതൊരു ബയോപിക് അല്ല. ഞങ്ങൾ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പറയാൻ ശ്രമിച്ചത്. ഓക്കെ. ഈ ഒരു സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ പപ്പ എന്താണ് പറഞ്ഞത്? അല്ല, അച്ഛൻ ഇതിൻ്റെ തിരക്കഥ ആയ സമയത്ത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. തിരക്കഥ, അതിൻ്റെ കഥയും അതിൻ്റെ സീൻസും ഒക്കെ ഞങ്ങൾ വായിച്ച് കേൾപ്പിച്ചിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, മുന്നോട്ട് പോവാം എന്നുള്ളൊരു അഭിപ്രായം കിട്ടി. ചില ഇൻപുട്സ് ഒക്കെ തന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് റിലീസാവുന്നതിന് മുമ്പ് ഞങ്ങൾ മിക്സിങ് നടക്കുന്ന സമയത്ത് അച്ഛനെ ഒന്ന് ഫുൾ പടം കാണിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് അപ്പോഴും അങ്ങനെ കുഴപ്പമില്ലടാ, പ്രസൻറ്റബിളാണ് എന്നൊക്കെയാണ് അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ചത്. അത് കഴിഞ്ഞ് തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ആളുകളുടെ കൂടെ ഇരുന്ന് അച്ഛൻ കണ്ടിരുന്നു, അമ്മയൊക്കെ ആയിട്ട് പോയിട്ട്. അത് കണ്ടിട്ടാണ് പറഞ്ഞത് കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പ്രേക്ഷകരും കുഴപ്പമില്ലാത്ത അഭിപ്രായമാണ് തരുന്നത്. മോൻ്റെ ഫസ്റ്റ് മൂവി കണ്ടിട്ട് പപ്പ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? അതെ, അത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. മിഷേലിന്റെ പാരന്റ്സ് എന്താണ് പറഞ്ഞത്?
മിഷേലിൻ്റെ അച്ഛൻ ഈ സിനിമ കണ്ടിരുന്നു. കാരണം ഞങ്ങൾ റിലീസിന് മുമ്പ് കാണിച്ചിരുന്നു. അദ്ദേഹം ഞങ്ങൾ ഫാമിലിയുമായിട്ട് സംസാരിച്ചിട്ട് ഈ സിനിമയല്ല, ബയോപിക് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരിപാടിയൊന്നും ഞങ്ങൾ നടത്തിയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് കാണണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കേസ് നടക്കുകയാണ്, വക്കീലിനും കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു പ്രൊജക്ഷൻ ഇട്ടു. അത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഭയങ്കര വികാരഭരിതനായിട്ട് പറഞ്ഞത്, കാരണം അദ്ദേഹത്തിൻ്റെ മകളോട് സാമ്യം തോന്നിക്കുന്നൊരു ക്യാരക്ടർ ഇതിനകത്തുണ്ട്, അതേപോലത്തെ കുറേ ഇൻസിഡൻസ് ഇതിനകത്തുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ ജീവിതകഥ ഒരു സിനിമയാക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ ആക്കേണ്ടിയിരുന്നത് എന്നുള്ളൊരു വളരെ പോസിറ്റീവായിട്ടുള്ള, എന്നെയും അഭിലാഷിനെയും ഞങ്ങളുടെ ഫുൾ ക്രൂവിനെയും ഭയങ്കരമായിട്ട് ഇമോഷണലാക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ വളരെ എത്തിക്കലായിട്ട് പ്രോപ്പറായിട്ടാണ് ഈ സിനിമ ചെയ്തത്. അവർക്ക് നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി ഓൺലൈനിലോ യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സും പിന്നെ ചില ആളുകളുമായിട്ട് നടത്തിയ ഡിസ്കഷൻസിൽ നിന്ന് ഉണ്ടാക്കിയ സിനിമയാണ്. പക്ഷെ അവർ ഏതൊക്കെ പോയിന്റ്സ് പ്രൊജക്റ്റ് ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു, അതൊക്കെ തന്നെ ഞങ്ങൾക്കും പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാതെ തന്നെ അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. സോ അവർക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ഈ സിനിമ തോന്നിയത്. അപ്പം ഈ ഒരു സിനിമയുടെ ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത് ചെറിയൊരു ഹാർഡ് വർക്ക് ആയിരിക്കില്ല അല്ലേ? ഒരു നടന്നൊരു സംഭവത്തെ വെച്ചിട്ട് വേറെ രീതിയിൽ സ്റ്റോറീനെ കൊണ്ടുവന്ന് ഒക്കെ ചെയ്യുമ്പം പ്രത്യേകിച്ച് പോലീസുകാരുടെ പല അനാസ്ഥയെ പറ്റിയും അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആയതിൻ്റെ കഥകളൊക്കെ പറയുന്നുണ്ട്. അതും നമ്മുടെ റിയൽ കാര്യങ്ങളുമായിട്ട് വല്ല കണക്ഷൻസ് നന്നായിട്ടുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും തെളിയിക്കപ്പെടാത്തൊരു കേസ് ആകുമ്പോൾ അതിപ്പോൾ ഏത് നാട്ടിലാണെങ്കിലും പോലീസിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ വരും, സിസ്റ്റത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ വരും. അത്തരം സിനിമകൾ നമ്മുടെ നാട്ടിലും ഒരുപാട് വലിയ വലിയ ഫിലിം മേക്കേഴ്സ് എടുത്തിട്ടുണ്ട്, പുറത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സിനിമകൾ ചെയ്യുന്നത് ഇപ്പോൾ കോപ്പി റൈറ്റ്സ് വാങ്ങിച്ചിട്ട് നടന്ന എന്തൊക്കെയാണോ അത് മാത്രം കാണിക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ഈ കുട്ടിയുടെ ജീവിതം സിംബോളിക്കായിട്ട് കാണിച്ചുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ തെളിയിക്കപ്പെടാതെ, ഇതിപ്പോൾ 1, 2, 3 കേസുകൾ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ച് നമുക്കറിയാം, പക്ഷേ നമുക്ക് അറിഞ്ഞൂടാത്ത എത്രയോ കേസുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു സന്ദേശം എന്നതിനപ്പുറത്തേക്ക് ആ രീതിയിൽ ഒരു ശബ്ദം ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സിസ്റ്റത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ എന്നാൽ സിസ്റ്റം വിചാരിക്കാതെ ഇത്തരം ഇഷ്യൂസ് തീർക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കൂടെ വിമർശിക്കുമ്പോൾ പോലീസ് അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ബാക്കി ഓർഗനൈസേഷൻസ് വിചാരിച്ചാലേ ഇത് ശരിയാക്കാനും പറ്റുള്ളൂ. അതും നമ്മുടെ സിനിമയിൽ കാണിക്കുന്നു. വിമർശനങ്ങൾ ഇല്ലാതെ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല ഇത്തരം കഥകളിൽ. എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഞങ്ങൾ സിനിമ ഇറങ്ങി ഇപ്പോൾ ഒരാഴ്ചയായിട്ടും ഞങ്ങൾക്ക് ഇപ്പം പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ബാക്കി മേഖലയിലുള്ളവരാണെങ്കിലും ബ്യൂറോക്രാറ്റ്സ് ആണെങ്കിലും അതിനെ ഒരു നെഗറ്റീവായിട്ട് അവർ കണ്ടിട്ടുമില്ല. അപ്പോൾ അതും ഞങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണമായിട്ടാണ് തോന്നിയത്. ഇതിനകത്തുള്ള കാസ്റ്റിംഗ് എങ്ങനെയാണ് ആ ഒരു കടന്നു പോയത്? ആ ഒരു കാസ്റ്റിംഗ് രംഗത്തേക്ക് കടന്നു പോയപ്പോൾ എല്ലാവരും എങ്ങനെയാണ് പ്ലേസ് ചെയ്തത്? ഇതൊരു ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള സിനിമയാണ്. ആനന്ദ് ശ്രീബാല എന്നാണ് പേര്. ആനന്ദ് ശ്രീബാലയിലൂടെ സഞ്ചരിക്കുന്ന സിനിമയാണ്. അപ്പോൾ എനിക്കും അഭിലാഷിനും അർജുൻ അശോകനെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹം വളരെ പൊട്ടൻഷ്യലുള്ളൊരു ആക്ടറായിരുന്നു ഞങ്ങൾക്ക് തോന്നിയത്. എനിക്ക് അർജുനെ പരിചയം പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പും പല കഥകളും ചർച്ച ചെയ്തപ്പോൾ അർജുനെ വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നു. പിന്നെ ഈ കഥ കേട്ടപ്പോൾ അർജുൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിറ്റായിട്ട് തോന്നി. കാരണം ഇദ്ദേഹത്തിന് ഈ ക്യാരക്ടറിൻ്റെ ഒരു ഫിസിക്കാലിറ്റിയും ഒരു സാധാരണക്കാരൻ്റെ ഒരു അപ്പീലും, എന്നാൽ അയാൾ പോലീസ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസും അത്തരം കാര്യങ്ങളിലൊക്കെ പുള്ളി പക്ക ഫിറ്റായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ കഥ ഡിസ്കസ് ചെയ്തപ്പോൾ അർജുനിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അത് കുറച്ചുകൂടെ ഒന്ന് ഊട്ടി ഉറപ്പിച്ചു. കാരണം അദ്ദേഹത്തിന് പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ശ്രീബാലയായിട്ട് അർജുൻ്റെ അമ്മയായിട്ട് ചെയ്യുന്നത് സംഗീത ചേച്ചിയാണ്. അപ്പോൾ നമുക്ക് അതെ, കംബാക്ക് എന്ന് തന്നെ പറയാം. കാരണം ഞങ്ങൾ ഈ സിനിമയുടെ കഥ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ചാവേർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നത്. ചാവേറിൽ പുള്ളിക്കാരി ഒരു ഗസ്റ്റ് വേഷം ചെയ്തിരുന്നു. ചെറിയൊരു ക്യാരക്ടറാണ്, അതിനകത്ത് അർജുൻ്റെ അമ്മയാണ്. അപ്പോൾ അത് ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ശ്രീബാലയുടെ ഒരു രൂപം ഉണ്ടായിരുന്നു. പിന്നെ ആ ക്യാരക്ടർ ഇതിനകത്ത് ഇത് ഒന്ന് എക്സാജറേറ്റ് ചെയ്താലോ ഒന്ന് അണ്ടർ പ്ലേ ചെയ്താലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വഴുതിപ്പോകാവുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് വളരെ സട്ടിലായിട്ട് പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. എന്നിട്ട് അഭിലാഷാണ് വിളിച്ച് സംസാരിക്കുന്നത് സംഗീത ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ ഒരു കഥാപാത്രമാണ്. അപ്പോൾ പുള്ളിക്കാരി വലിയ ത്രൂ ഔട്ട് റോൾസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കംബാക്ക് എന്ന് പറയാം. ചാവേറിലൊരു ക്യാമിയോ വേഷമായതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ഫുൾ ഫ്ലഷ്ഡ് വേഷമായതുകൊണ്ടും ഇതായിരിക്കും പുള്ളിക്കാരുടെ ഒരു കംബാക്ക് ആയിട്ട് വിശേഷിക്കപ്പെടുക. ഇതിനകത്തൊരു അമ്മ മകൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് കൂടുതലും ഞാൻ സിനിമ കണ്ടവരൊക്കെ എന്നോട് മെയിനായിട്ട് ഞാനൊരു ചോദിച്ചു എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ആണെങ്കിൽ പടം കണ്ടിട്ട് എന്താണ് ഫീൽ ചെയ്തത്. എന്നിട്ട് മെയിനായിട്ട് പറഞ്ഞ ആ ഒരു
പാരന്റ് എന്ന് പറയുന്ന ഒരാൾ ഇല്ലാതായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് ഒരു പേഴ്സന്റെ ഉള്ളിലായിരിക്കും പാരന്റ് എന്ന് പറയുന്നത് ഉണ്ടാവുക. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് കാണിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഫീൽ കാരണമായിരിക്കോ മാം അത് ഓപ്റ്റ് ചെയ്യാനുള്ള റീസണും? തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഒരു കഥാപാത്രമായിട്ട് അവർക്ക് അതിൽ അങ്ങനെ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇമോഷണലി അവർക്ക് അറ്റാച്ച്മെന്റ് തോന്നണമായിരിക്കും. പിന്നെ ഞങ്ങളുടെ സിനിമയിൽ 20 വയസ്സുള്ള ഒരു കുട്ടി നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ അമ്മയുടെയും യാതനയും കേസ് തെളിയിക്കാൻ നടത്തുന്നവരുടെ സ്ട്രഗിളും ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അതിനോട് ഒരു എന്താ പറയുക, കമ്പാഷനേറ്റ് ആയിട്ട് പ്രതികരിക്കുന്ന ഒരു നായകനാണുള്ളത്. അയാൾക്ക് അയാളുടെ അമ്മ നഷ്ടപ്പെട്ടു. അപ്പം ആ ഒരു ഇമോഷൻ ഒരുപക്ഷെ അദ്ദേഹത്തെ ഈ കേസിലോട്ട് കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ട്രാക്കും പാരലലി വർക്ക് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നി. അതായിരിക്കും വ്യത്യസ്തത ഈ സിനിമയുടെ എന്ന് തോന്നി. പിന്നെ ഈ അമ്മ വരുന്നതും അമ്മയുമായിട്ടുള്ള സീൻസും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് കാസ്റ്റിങ്ങിലും അതിൻ്റെ ഒരു അവതരണത്തിലും ഒക്കെ നിൽക്കേണ്ട ഒരു കഥയാണ്. കാരണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പാളിപ്പോകും. അപ്പോൾ അത് ഒരുപാട് പേർക്ക് അത് പക്ഷെ കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് ആണ് ഞാനും അഭിലാഷം കരുതുന്നത്. ഞങ്ങൾക്ക് ഈ സിനിമയിൽ ഒരു ത്രില്ലർ, ഒരു സസ്പെൻസും ട്വിസ്റ്റും ഉള്ളൊരു സിനിമയ്ക്ക് അപ്പുറത്തേക്ക് വെക്കാൻ പറ്റിയൊരു കാര്യം അതാണ്. ഓക്കെ. അപ്പം ഇതിൻ്റെ മെയിൻ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് മെയിനിലേക്ക് വരുമ്പോൾ പോലീസ് ഓഫീസറായിട്ടുള്ളവരാണെങ്കിലും ഒരു വലിയൊരു റോൾ തന്നെയാണ് ഉടനീളം ആ ഒരു മൂവിയുടേത് കൊണ്ടുപോകുന്നത്. സോ അവരിലേക്കൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ എത്തിയത്? ഇത് ഇവരുടെ 2 പേരുടെയും കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും സ്ട്രഗിൾ ചെയ്തൊരു കാസ്റ്റിംഗ് സൈജു ചേട്ടൻ്റെയാണ്. കാരണം ആദ്യം പല മുഖങ്ങളും വന്നുപോയി, പക്ഷെ ആ ക്യാരക്ടറിന് പല ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആളിലേക്ക് എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ വേണ്ട രീതിയിൽ അത് വർക്കൗട്ട് ആവില്ല. പിന്നെ ഞങ്ങൾ പക്ഷേ സൈജു ചേട്ടൻ്റെ ക്യാരക്ടറിനെ പറ്റി ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് റിവ്യൂസിൽ അതിനെപ്പറ്റി എടുത്തെഴുതി കണ്ടു. അപ്പോൾ അപ്പം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റും അതേതായിരുന്നു. കാരണം അത് ഒരുപാട് ഡിസ്കസ് ചെയ്തൊരു ക്യാരക്ടറാണ്. അത് എങ്ങനെ വേണം എന്നൊക്കെ ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ ഞങ്ങൾ വരുത്തിയ മാറ്റങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്നത് കണ്ടു. അപ്പം എൻ്റെയും ആസ് എ ഫസ്റ്റ് ടൈം ഡയറക്ടർ എനിക്കത് വളരെ എന്താ പറയുക, എനിക്കത് വലിയൊരു ലെസണായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. പിന്നെ അപർണദാസ് വാസ് ഒരു ഈസി ചോയ്സ് ആയിരുന്നു. അപർണ വളരെ കാഷ്വലായിട്ട് തന്നെ ഈ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ അപർണ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ച് കാസ്റ്റ് ചെയ്തത് ഇതിനകത്ത് മെറിൻ ജോയ് എന്ന് പറഞ്ഞ ഈ വിക്ടിം, അത് മാളവിക മനോജാണ് ചെയ്തിരിക്കുന്നത്. മാളവിക തമിഴിൽ ജോ എന്ന് പറഞ്ഞൊരു സിനിമ ഇതിപ്പം തമിഴ്നാട്ടിൽ ഭയങ്കര പോപ്പുലറാണ്. പക്ഷെ ഇവിടെ ഇപ്പോഴും കുറച്ച് ഫ്രഷാണ്. അപ്പം ഒരുപാട് കണ്ടിട്ടില്ലാത്തൊരു മുഖം വേണമെന്ന് തോന്നി. പിന്നെ ആ കുട്ടിയോട് നമുക്കൊരു ഇഷ്ടം തോന്നണം. ലൈക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസ് കൊടുക്കാതെ തന്നെ ആ കുട്ടിയുടെ ക്യാരക്ടറും എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പം അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു വർക്ക്ഷോപ്പൊക്കെ നടത്തിയിട്ടാണ് ഞങ്ങൾ. അതെ, അതുകൊണ്ട് ഇനി മരിക്കുന്ന ക്യാരക്ടർ എടുക്കുന്നില്ല എന്നും പറഞ്ഞാണ് ഇപ്പം മാളവിക പോയിരിക്കുന്നത്. പക്ഷെ മാളവികയെ സംബന്ധിച്ചിടത്തോളം മാളവികയ്ക്ക് ആ ക്യാരക്ടറിനപ്പുറത്തേക്ക് ഈ സിനിമയുടെ ഒരു വിഷയം ഭയങ്കരമായിട്ട് മാളവിക ഇതിനോട്ട് അട്രാക്ട് ചെയ്യിച്ചു. അതാണ് ഒരു ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിലും മാളവിക ഈ ക്യാരക്ടർ സ്വീകരിച്ചതിൻ്റെ ഒരു കാരണം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വില്ലൻ കഥാപാത്രത്തിനെ അങ്ങനെ ചൂസ് ചെയ്യാൻ, ആ ഒരു പേഴ്സണെ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താ? വില്ലന്മാരെ പറ്റി നമുക്ക് ഒരു സസ്പെൻസ് ത്രില്ലറിൽ നമുക്ക് ഒരുപാട് ചർച്ചകൾ നടത്താൻ പറ്റില്ല. കാരണം ഇപ്പോഴും സിനിമ ലൈവായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ കഥാപാത്രം എന്ന് ഒരു പക്ഷേ എമ്മി ചോദിക്കുന്നത് ഇതിനകത്ത് ആക്ടർ ഡോക്ടർ എന്നറിയപ്പെടുന്ന ബാഷിദ് ബഷീർ ചെയ്ത കഥാപാത്രത്തെ പറ്റിയായിരിക്കും. ബാഷിദിൻ്റെ കഥാപാത്രം എൻ്റെ ഫസ്റ്റ് സിനിമയാണ്. ഞാനൊരു പുതുമുഖമാണ്. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ ഒരുപാട് പുതുമുഖങ്ങളെ സിനിമയിലോട്ട് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അച്ഛൻ്റെ നിന്ന് ഏറ്റവും ഒബ്സർവ് ചെയ്തിട്ടുള്ളതും അതാണ്. കാരണം പുതിയ ആളുകളെ വെച്ച് അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിനകത്ത് ഞങ്ങൾ എല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സാണ് വെച്ചത്. പക്ഷേ ഒരു ക്യാരക്ടറിനെ പുതുമുഖത്തെ വെക്കണം എന്നുള്ളൊരാവശ്യം വന്നപ്പോൾ ഞങ്ങളതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. അപ്പോൾ അഭിലാഷിന് ഒരുപാട് ടാലൻറ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ വലിയ താല്പര്യമുള്ളൊരു റൈറ്ററാണ്. അപ്പോൾ എന്നെ ഒരുപാട് പേരെ പരിചയപ്പെടുത്തും. അക്കൂട്ടത്തിൽ പരിചയപ്പെട്ട ഒരാളാണ് ബാഷിദ്. അപ്പോൾ ബാഷിദ് ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ ചെയ്ത് ഭയങ്കര പോപ്പുലറുമാണ്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ കഥ ചർച്ച ചെയ്യുന്ന സമയം തൊട്ടേ ബാഷിദിനെ കാണുമായിരുന്നു. അയാൾ ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്തിട്ട് ഒരു കോൺഫിഡൻസ് എത്തിയതിനു ശേഷമാണ് അയാൾക്ക് ഈ ക്യാരക്ടർ കൊടുക്കുന്നത്. അപ്പോൾ അയാൾ പക്ഷേ ഈ ക്യാരക്ടർ ചെയ്ത് അയാൾക്ക് ആദ്യം അറിയില്ലായിരുന്നു എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേഷമാണെന്ന്. പിന്നീടാണ് അയാൾക്ക് അതിനെപ്പറ്റി ഒരു ബോധം വന്നത്. പിന്നെ അത് പക്ഷേ പുള്ളി നല്ലപോലെ സ്റ്റഡി ചെയ്ത്
ഈ റീൽസിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില ഇഷ്യൂസ് ചില ആക്ടേഴ്സിനുണ്ടാവും. കാരണം റീൽസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് കൺവേ ചെയ്യണം. പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ അതിന് വേറൊരു ഋത്തമാണുള്ളത്. അപ്പോൾ ആ ഋത്തത്തിലേക്ക് അദ്ദേഹം എത്തി. അദ്ദേഹത്തെ പറ്റി ഒരുപാട് പേര് വളരെ നല്ല അഭിപ്രായം പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ ആസ് എ ന്യൂ കമ്മർ എനിക്ക് വേറൊരു ന്യൂ കമ്മറിനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യിക്കാൻ പറ്റി. അതെ, വിനയൻ സാർ ആണെങ്കിലും ഇപ്പം ദിലീപ് സാറിൻ്റെ ആണെങ്കിലും അതുകൊണ്ട് ജയസൂര്യയുടെയും ഒക്കെ വലിയൊരു പുതിയ മുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ സ്റ്റാർ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ ഇനിയും പുതിയ മുഖങ്ങൾ ഇനി അടുത്ത സിനിമകളിലും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടോ? അതെ, എനിക്കൊന്ന് അച്ഛൻ സിനിമ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ പുതിയ നായകന്മാർ, എസ്പെഷ്യലി നായകന്മാർ, കഥാപാത്രങ്ങളല്ല, ഇതിപ്പോ ഞാൻ കൊടുത്തത് ഒരു കഥാപാത്രം, നായകന്മാരെ സിനിമയിലോട്ട് കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. വില്ലന്മാരെ കൊണ്ടുവരുന്ന എളുപ്പമല്ലായിരുന്നു. അച്ഛൻ അനൂപ് മേനോൻ, ജയസൂര്യ, ഇന്ദ്രജിത്ത്, ഒരു പറ്റം ആളുകളുണ്ട്. ഈ അടുത്ത കാലത്ത് ചെയ്ത ചാലക്കുടിക്കാരൻ ചങ്ങാതിയിൽ വരെ പുതിയ ആളാണ് സെന്തിൽ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കുറച്ച് മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പുതിയ ഒരു സിനിമയിൽ പുതിയ ഒരുപാട് ആക്ടേഴ്സിനെ കാണാറുണ്ട്. പല സിനിമകളിലും പുതുമുഖ നായകന്മാരാണ്, അല്ലെങ്കിൽ സഹകഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നവരെല്ലാം പുതിയ ആളുകളാണ്. അപ്പോൾ ഇന്ന് അത് കുറച്ചുകൂടെ പോസിബിളാണ്. ഇപ്പം ഒരുപക്ഷെ ഞാൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ പോലും അതിനകത്ത് ചില ക്യാരക്ടേഴ്സ് പുതുമുഖമാവാം. അതിൽ യാതൊരു വിധത്തിലുള്ളൊരു അത്ഭുതപ്പെടേണ്ട ആവശ്യവും ഇപ്പോഴില്ല. പക്ഷെ പണ്ട് അച്ഛൻ ചെയ്തിരുന്നപ്പോൾ അതല്ല. അച്ഛൻ അതൊരു ഭയങ്കര ചാലഞ്ചായിരുന്നു. പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യിക്കണം, പിന്നെ ആൾക്കാരെ തിയേറ്ററിൽ എത്തിക്കണം. ഇപ്പം പുതിയ ആളുകളുടെ സിനിമയാണെങ്കിലും കോണ്ടന്റ് ഇഷ്ടമാണെങ്കിലും ആൾക്കാരെ തിയേറ്ററിലോട്ട് എത്തും. അതന്നെ, ഫസ്റ്റ് ഷോയുടെ കാര്യമേ ഉള്ളൂ അല്ലേ പ്രശ്നം. സിനിമ നല്ലതാണെങ്കിൽ എല്ലാവരും കയറി കാണാനായിട്ട് വരും. അതുപോലെ തന്നെ സാർ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പപ്പയുടെ കൂടെ അല്ലേ? അപ്പം ആ ചെറുപ്പം മുതൽ പപ്പേനെ കണ്ട് വളർന്ന് പപ്പയുടെ വർക്കൊക്കെ കണ്ടു വളർന്നല്ലേ, പിന്നെ എന്തുകൊണ്ട് വേറൊരു ഡയറക്ടറെ ചൂസ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ വേണ്ടാന്ന് വെച്ചത്? അത് ഞാൻ ആക്ച്വലി ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് സിനിമയോട് ഒരു താല്പര്യം വരുന്നത്. അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പഠിക്കാൻ പോകുന്നതും സിനിമയിലോട്ട് ഞാൻ വരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ കോളേജിൻ്റെ ഫൈനൽ ഇയറൊക്കെ ആയപ്പോഴാണ് ഞാൻ ഒരു ഡോക്യുമെൻ്ററി ഫിലിമൊക്കെ ചെയ്തു. ഞാൻ ഫിലിം അപ്രിസിയേഷൻ ക്ലാസ്സിനൊക്കെ പോയിട്ട് എനിക്ക് തന്നെ അച്ഛൻ്റെ സിനിമകൾ കണ്ടും അച്ഛൻ്റെ സെറ്റിലൊക്കെ പോയി എന്നതിനപ്പുറത്തേക്ക് ഞാൻ ഇവിടെ നാട്ടിൽ നിന്നൊരു പ്രേക്ഷകനാകുന്നതിനപ്പുറത്തേക്ക് ഞാൻ കുറച്ചുകൂടെ സിനിമ എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് എനിക്ക് താല്പര്യം വരുന്നത്. അതിനോടൊപ്പം തന്നെ അച്ഛൻ്റെ ഒരു വിലക്കിൻ്റെ കാലഘട്ടമായിരുന്നു അത് ഞാൻ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളൊരു താല്പര്യം ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു അറിവുണ്ടായിരുന്നില്ല. അപ്പം തിരിച്ചു പറഞ്ഞാൽ കൂടെ നിൽക്കണം എന്നുള്ളൊരു അങ്ങനെ ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാൻ നിന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അച്ഛൻ്റെ പ്രൊഡക്ഷൻ കമ്പനി, ഡിസ്ട്രിബ്യൂഷൻ കമ്പനി, അച്ഛൻ്റെ കഥ എഴുതുമ്പോൾ കൂടി ഇരിക്കുക, അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി ഡയറക്ടേഴ്സ് അസിസ്റ്റൻ്റായിട്ട് നിൽക്കുക. അങ്ങനെ പിന്നെ 19ാം നൂറ്റാണ്ടിലും ആകാശമെങ്കിലും ഞാൻ അഭിനയിച്ചു. അതിനുമുമ്പ് ഞാൻ വേറെ സിനിമയിലാണ് ചെയ്യുന്നതെങ്കിലും അതിൽ അഭിനയിച്ചു. അപ്പോൾ അച്ഛൻ്റെ കൂടെ നിൽക്കുക, അച്ഛനെ സപ്പോർട്ട് ചെയ്യുക, അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നതിനപ്പുറത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അച്ഛൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫിലിം മേക്കറാണല്ലോ. അങ്ങനെ അച്ഛൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്നാണ്. വേറെ ഡയറക്ടേഴ്സിനെ ചൂസ് ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് സംവിധാനം ചെയ്യാനാണ് ആഗ്രഹമെങ്കിലും ഞാൻ ആദർശികമായിട്ട് ഞാൻ ആക്ടറായിട്ടാണ് തുടങ്ങിയത്. അപ്പം ഞാൻ ഈ സംവിധായകരെയൊക്കെ വിളിച്ചിട്ട് ആക്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ആൻഡോ ചേട്ടൻ്റെ അടുത്തും, ആൻഡോ ജോസഫ് ഇതിൻ്റെ നിർമ്മാതാക്കളുടെ ഒരാളായ ആൻഡോ ചേട്ടൻ്റെ അടുത്ത് ഞാൻ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് പുള്ളിയുടെ നിന്ന് ഡയറക്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ അതങ്ങ് സ്വീകരിച്ചു. ഓക്കെ. അല്ല, ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു പപ്പ എന്താ ജോലിയും കാര്യങ്ങളുമായിട്ടൊക്കെ 7 years ബാക്ക് അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ ജോലിക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഡയറക്ഷൻ ഇതൊക്കെ നോക്കിക്കോട്ടെ എന്ന് പപ്പയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. എടാ, അഭിനയിക്കുന്നതാണ് എളുപ്പം ഡയറക്ഷനെക്കാട്ടിലും എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? അഭിനയമാണോ അതോ ഡയറക്ഷൻ ആണോ? എങ്ങനെയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എങ്ങനെ അതിനെ നോക്കി കാണുന്നു? രണ്ടും ഒരുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആക്ടർ എന്ന നിലയിൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരു ലോങ് കരിയർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് എത്ര ആക്ടേഴ്സാണ് സക്സസ്ഫുൾ ആവുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ നായകനായിട്ടൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് പേരാണ് ആവുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്കില്ലും അതിൻ്റെ ടാലൻറ്റും നമുക്ക് വേണം. അതിനപ്പുറത്തേക്ക് വല്ലാത്തൊരു ഒരു പെർസവിയറൻസ് ആണ്. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കേണ്ട ഒരു ഇതാണ്. പക്ഷേ ഡയറക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഒരു സിനിമയിൽ നമ്മളിപ്പോൾ ഒരു സിനിമയായിട്ട് കാണുക എന്ന് വിചാരിച്ചോ, ആ സിനിമയിലെ എല്ലാം കൈകാര്യം ചെയ്യേണ്ട ആളാണ്. അപ്പോൾ നമ്മൾ ഒരു നിമിഷം പോലും നമ്മൾ ഫ്രീ അല്ല. നമ്മളെല്ലാം കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ അത് നമ്മുടെ തലയിലാണ്. നമ്മളാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. പക്ഷെ ആക്ടറിന് ആ പ്രശ്നം ഇല്ല അഭിനയിക്കുമ്പോൾ. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ കുറച്ചുകൂടെ കുറവാണ്. ഡയറക്ടർക്ക് അതല്ല. ഡയറക്ടർ 24/7 ഈ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് സിനിമ ഇറങ്ങുന്നത് വരെ, ഒരു പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദിവസവും കൂടെ വേറെ ഒന്നുമില്ല.
അത് ഒരു മാസിവ് ടെൻഷൻ. അന്നേ പപ്പ പറഞ്ഞതല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ആകാശഗംഗ എന്നുള്ള സെക്കൻഡ് പാർട്ട് ഇറങ്ങുമ്പോഴത്തേന് ആ ഒരു സ്റ്റോറി പറയുമ്പോഴേ ആ മെയിൻ റോൾ കിട്ടിയാ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ട്. എന്നാലും പപ്പ പറയട്ടെ, പപ്പയുടെ ഒരു പേടിയായിരുന്നു തിരിച്ച് പറയാന്നുള്ളൊരു സംഭവം ഞാൻ കേട്ടു. ശരിക്കും അത് കേട്ടപ്പോൾ മുതലേ ചെയ്യണമെന്ന് ആക്ച്വലി അത് സംഭവിച്ചത് ഇപ്പൊ 19-ാം നൂറ്റാണ്ടില് ഞാൻ കണ്ണൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വേഷം ചെയ്തു. അതിനെപ്പറ്റിയാണ് ആൾക്കാർ നല്ല അഭിപ്രായം എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കും ആക്ടിങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് തോന്നിപ്പിച്ചൊരു സിനിമ അതാണ്. അത് കോവിഡ് ടൈമാണ് അതിൻ്റെ എഴുത്ത് നടക്കുന്നത്. അപ്പം ഞാൻ കൂടെ ഇരുന്നിട്ട് ടൈപ്പ് ചെയ്യുന്നതും ഞങ്ങൾ നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കണ്ണൻ കുറിപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അതെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യാൻ, കാരണം അത് അത്ര വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു. പിന്നെ ആ സമയത്ത് ഞാനും സിജു വിൽസണും കൂടെ ഒരുമിച്ചാണ് ട്രെയിൻ ചെയ്യുന്നതും കുതിര സവാരി പഠിക്കുന്നതും ഒക്കെ. അപ്പോൾ എനിക്ക് വളരെ പഠിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറാണ്. അതിൻ്റെ കുറച്ച് ഗുണങ്ങളും ആ ക്യാരക്ടറിന് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആകാശങ്കയുടെ അവസ്ഥ അതല്ലായിരുന്നു. ആകാശങ്ക 2 അച്ഛനൊരു മെയിൻ സ്ട്രീം ആക്ടറെ നായകനാക്കണം എന്നായിരുന്നു ആഗ്രഹം. കാരണം അച്ഛൻ അങ്ങനെ സമീപകാലത്തൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് പറ്റിയില്ല. അത് എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അത് പറ്റാത്ത കാരണം ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 3 ആഴ്ച മുമ്പാണ് ഞാൻ അതിനകത്ത് നായകനാവുന്നത്. ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അതിനകത്ത് വർക്ക് ചെയ്യാനിരിക്കുകയാണ്. പക്ഷേ ഫസ്റ്റ് പാർട്ടിൽ ഇത് കണക്ക് പുതിയ ആളായിരുന്നു, റിയാസ് എന്ന് പറഞ്ഞൊരു പുതിയ ആളായിരുന്നു. അതുപോലെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് എന്നാൽ ഇതും പുതിയ ആളാവാന്ന് പറഞ്ഞ് അച്ഛൻ പിന്നെ അങ്ങനെ ഡിസിഷൻ എടുക്കായിരുന്നു. പിന്നെ ഇവരുടെയൊക്കെ പുറകെ പോകാൻ ഇനി എത്ര സമയം എടുക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഞാൻ അതിനകത്ത് നായകനായതാണ്. ഓക്കെ. പക്ഷെ എനിക്കന്ന് അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ഓരോരോ രംഗത്തേക്ക് ഇറങ്ങുന്നത് അല്ലേ? അപ്പം എന്താ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണോ, ആക്ടിംഗ് ആണോ, ഡയറക്ഷൻ ആണോ, ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടില്ല. ഞാനൊരു കഥ, അച്ഛൻ്റെ ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ എന്റെയാണ്, ഒരു ഐഡിയ. അതിന്റെ സ്ക്രിപ്റ്റും ബാക്കിയൊക്കെ അച്ഛനാണ്. അപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഡയറക്റ്റ് ചെയ്ത ഫസ്റ്റ് പടം നല്ല റെസ്പോൺസ് കിട്ടി. അതിനകത്ത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ എടുത്ത് സംസാരിക്കുന്നു. മാത്രമല്ല ഞാനും ആ ഒരു ഫുൾ പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിലെല്ലാത്തിലും എനിക്കൊരു ഏറ്റവും വലിയ കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്. അതിലെന്ത് ഹാപ്പിനെസ് കിട്ടുന്നു എന്നുള്ളത് എനിക്ക് ഇതെല്ലാം ഇപ്പോൾ ഒരു അഭിനേതാവെന്ന നിലയിലും കൂടുതൽ ക്യാരക്ടേഴ്സ് ചെയ്യണം, ഡയറക്ടർ എന്ന നിലയിൽ കൂടുതൽ എനിക്ക് എഴുതി സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് കുറച്ചുകൂടെ ഒരു പക്ഷെ ഒരു സിനിമയും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് എഴുതി സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് ഈ മേഖലയിലെ ഏറ്റവും ക്രിയേറ്റിവിറ്റിയുടെ ഒരു വലിയ പീക്കാണ്. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഇതെല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഈ ഡയറക്റ്റ് ചെയ്ത് നമ്മളൊരു ക്രിയേഷൻ നമ്മൾ ഉണ്ടാക്കി ആൾക്കാരുടെ മുന്നിൽ വെക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അതാണ് ഏറ്റവും പപ്പയുടെ പാത തന്നെ പിന്തുടരാം എന്നുള്ളത്. എല്ലാം കൊണ്ടുപോകാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ ഇപ്പൊ എൻജോയ് ചെയ്തത് ഡയറക്ഷൻ. അപ്പം വിനയൻ സാറിന്റെ വിലക്കിന്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു 12 വർഷത്തോളം വിലക്കായിരുന്നു. ആ ടൈമില് സാറിനെ വല്ലതും ബാധിച്ചിട്ടുണ്ടോ ചേട്ടാ? എന്നെ ഇല്ല. സ്വാഭാവികമായിട്ടും വിലക്ക് നടക്കുമ്പോൾ ആസ് എ ഫാമിലി ഞങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അച്ഛൻ പക്ഷെ അങ്ങനെയല്ല. അച്ഛൻ ഭയങ്കര കൂളായിട്ടാണ് അതിനെ നേരിട്ടത്. വീട്ടിലും അതിനെപ്പറ്റി ഓർത്ത് വിഷമിച്ചിരിക്കുന്ന അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നത് കൊണ്ട് തന്നെ എനിക്കത് വല്ലാതെ എന്നെ ബാധിച്ചിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചു വന്ന് ഞാനൊരു കരിയർ തുടങ്ങുന്ന സമയത്ത് അത് എന്നെ ബാധിക്കുമെന്ന് അച്ഛനും വിശ്വസിച്ചിട്ടില്ല, ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് അറിവില്ല. ഇപ്പം ഞാൻ ഇപ്പം ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ മെയിൻ സ്ട്രീം പ്രൊഡ്യൂസേഴ്സാണ്, മെയിൻ സ്ട്രീം ആക്ടേഴ്സാണ്. ഞാൻ ഇതിനും 19-ാം നൂറ്റാണ്ടിൽ അച്ഛൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറി അത്തരത്തിലുള്ള വിലക്കിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇപ്പം അങ്ങനത്തെ പ്രതിസന്ധികളൊന്നും ഉണ്ടാവില്ലെന്ന് തന്നെയാണ്. അല്ല, അതിനു മുമ്പ് ബാധിച്ചിട്ടുണ്ടോ ലൈഫിൽ? അല്ല, എന്നെ ബാധിച്ചിട്ടില്ല. ഇമോഷണലി ബാധിച്ചിട്ടുണ്ടെന്നല്ലാതെ എൻ്റെ വർക്കിനെ അത് ബാധിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളിപ്പം സിനിമാ രംഗത്ത് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പവർ ഗ്രൂപ്പിനെ പറ്റിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തെ പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? അല്ല, ഞാൻ ഈ അച്ഛൻ്റെ വിലക്കിൻ്റെ സമയത്താണ് അച്ഛനാണ് ഇവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എന്ന് ആദ്യം എന്താ പറയുക പുറത്ത് തുറന്നു പറയുന്നു. ആ സമയത്ത് ആൾക്കാരും അച്ഛനെ വിശ്വസിച്ചിരുന്നില്ല. ശ്രീ തിലകൻ അദ്ദേഹവും അതിൻ്റെ ഭാഗമായിരുന്നു. ഇവരെയൊക്കെ വിലക്കിയിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വലിയ ഫൈറ്റാണ്. അപ്പോൾ ഈ ഫൈറ്റ് എന്തിനാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അത് കുറച്ചൊക്കെ കൺവേ ആകുന്നത് അച്ഛൻ കോടതി പോയതിനു ശേഷം. ഈ കോടതി പോയി 2017 കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധി വന്നു, ഇങ്ങനെ ഒരു വിലക്ക് നടന്നിരുന്നു. അപ്പോൾ വിധി എന്ന് പറയുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാക്കി ശരിക്കും അത് സംഭവിച്ചിരുന്നു. ആ വിധി അച്ഛൻ അനുകൂലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അച്ഛൻ്റെ ഈ ശത്രുക്കൾ എന്ന് പറയുന്ന ആളുകൾ അതിന് അപ്പീൽ പോയി.
പക്ഷേ ആ അപ്പീലിനും അച്ഛൻ ജയിച്ചു. അച്ഛൻ്റെ അവർ അത് കണ്ടിന്യൂ ചെയ്തു. അപ്പം സുപ്രീം കോടതിയും അച്ഛൻ അനുകൂലമായിട്ട് വിധിച്ചപ്പോഴാണ് ആൾക്കാർക്കും ഒരുപക്ഷെ മീഡിയയ്ക്കും ബാക്കിയുള്ള സിനിമാക്കാർക്കൊക്കെ മനസ്സിലായത് ഒരു റെലവൻറ്റ് ഇഷ്യൂ ആയിരുന്നു, ഇങ്ങനെ നടന്നത് ഒരു വിലക്കുണ്ടായിരുന്നു. അപ്പോൾ ആ വിധി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് ഇപ്പോഴും ഇതൊരു ചർച്ചയായിരുന്നു, അച്ഛൻ്റെ ഭാഗത്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ചർച്ച ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തത്. ഇപ്പോൾ അതിനൊരു ക്ലാരിറ്റി ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ വിധിയുടെ അർത്ഥം എന്താണ്, അതങ്ങനെ വിലക്കി നിർത്താൻ ഒരു ഗ്രൂപ്പ് അപ്പുറത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയിലേക്കുള്ളൊരു പാതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛൻ്റെ ഫൈറ്റ് തൊട്ട് അച്ഛൻ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ തൊട്ട്, അന്ന് കുറച്ച് പേര് മാത്രമേ അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഇന്ന് പക്ഷെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതെല്ലാം കലങ്ങി തെളിയാനുള്ള ഒരുപക്ഷെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി ഒരിടത്തും നമുക്ക് ചിലപ്പം ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ കുറേ കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റും. അപ്പോൾ ഇത് കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നാളെ വേറൊരാളെ വിലക്കുകയാണെങ്കിൽ അയാളും ഫൈറ്റ് ചെയ്യണം. ഇപ്പം അച്ഛൻ്റെ ഫൈറ്റ് ഒരു പക്ഷേ അതിന് പ്രചോദനമായേക്കാം, പക്ഷെ അത്തരത്തിൽ സംഭവിക്കാൻ ചാൻസ് കുറവാണെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചോദിച്ച് അത് ക്ലിയർ ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണോ? അതായത് നമ്മൾ പണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരു മായിക ലോകമായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മളെ കാര്യമില്ലെങ്കിൽ നമുക്ക് കയറിപ്പെടാൻ പറ്റില്ല. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഒരാൾ വിചാരിച്ചാൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും, ഒരാൾ വിചാരിച്ചാൽ പ്രതികരിക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം നമ്മൾ യൂസ് ചെയ്യണം, ആരാണെങ്കിൽ പോലും അത് യൂസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ സാധാരണക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, സിനിമയിൽ വരുന്നവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ചൂഷണം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് ധരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ അതിൽ നിന്ന് എന്താ പറയുക മാറ്റാൻ ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ യുവതയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. നേരത്തെ ഒരു വട്ടം പോലും ചിന്തിക്കാതെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് 100 വട്ടം ആലോചിച്ചിട്ട് ഒരു കാര്യം ചെയ്യുള്ളൂ. തീർച്ചയായും ഏത് മേഖലയിലാണെങ്കിലും. അതിപ്പോൾ ഇത് കുറച്ചുകൂടെ എക്സ്പോഷർ ഉള്ള മേഖലയായത് കാരണം തീർച്ചയായിട്ടും ഈ മേഖലയിൽ അങ്ങനെ ചെയ്യാവുള്ളൂ. പ്രൊഫഷണലായിട്ട് നിൽക്കാൻ ഇവിടുത്തെ സിനിമയിലുള്ള എല്ലാ ആളുകൾക്കും, അതായത് ഇതിൻ്റെ ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ, ഡയറക്ടർ തൊട്ട് ഏറ്റവും താഴത്തെ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരെ പ്രൊഫഷണലായിട്ട് ചിന്തിക്കുക. അത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പം സ്ത്രീകളുടെ വിഷയത്തിനപ്പുറത്തേക്ക് അതാണ് നമ്മൾ ഏറ്റവും ഡിസ്കസ് ചെയ്യുന്നത്, കാരണം അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ആൾക്കാരെ ഒരു വർക്ക് എത്തിക്സ് നോക്കിക്കൊണ്ട് നമ്മൾ എങ്ങനെ സഹപ്രവർത്തകരോട് പെരുമാറുന്നു, അത്തരം കാര്യങ്ങൾ പോലും ഇപ്പോൾ അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിലെല്ലാത്തിലും ഇതിൻ്റെ ഒരു എഫക്റ്റ് എത്തിപ്പെടണം. തീർച്ചയായിട്ടും വിനീൻ സർ അത് തുടക്കം മുതലേ നല്ല രീതിയിൽ അതിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണും കൂടെയാണ്. അപ്പം തിലകൻ സാറിനെ പറ്റി ചെറുപ്പം മുതലേ കണ്ടിട്ട് വളർന്നിട്ടുള്ള ഒരു ആളാണല്ലോ, സാറിനെ പറ്റി ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? ഞാൻ അദ്ദേഹത്തെ അച്ഛൻ്റെ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ഇവരുടെ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്ത് അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. കാരണം ആ സമയത്ത് എൻ്റെ അച്ഛൻ അദ്ദേഹത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു, എൻ്റെ അച്ഛനെ അദ്ദേഹവും സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ തമ്മിലൊരു വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തുള്ള അവരുടെ ഇൻട്രാക്ഷൻ എനിക്ക് കാണാൻ ഭാഗ്യമുണ്ടായില്ല. പിന്നീട് ഞാൻ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. പക്ഷെ അതിനെപ്പറ്റി അച്ഛൻ്റെ സുഹൃത്തുക്കളും അച്ഛനും ഒക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ അച്ഛനേക്കാൾ കൂടുതൽ ആദ്യമേ, അച്ഛന് മുമ്പേ ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സപ്പോർട്ട്, അവർ തമ്മിലൊരു സ്നേഹം, രണ്ടുപേരെയും ആ സമയത്ത് മാനസികമായിട്ടൊരു പിടിച്ചു നിർത്താൻ അവരുടെ ഒരു സുഹൃത്ത് ബന്ധം പരസ്പരം സഹായിച്ചിരുന്നു. അച്ഛൻ്റെ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി കഥാപാത്രങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം അത്ഭുതദീപ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ കഥാപാത്രങ്ങളായിക്കോട്ടെ, ഇതിലെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് രൂപങ്ങളും അല്ലെങ്കിൽ രീതികളും ഉള്ള ആളുകളാണ്. സോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇനിയും മകൻ എന്ന നിലയിൽ അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടാനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? തീർച്ചയായും. എനിക്ക് അതിലെ കഥയാണ് പ്രൈമറിലി. അങ്ങനെ എനിക്ക് ചുറ്റും ഞാൻ കണ്ടിട്ടുള്ളവരിൽ നിന്ന് എനിക്ക് അങ്ങനെ അത്തരം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കേട്ട കഥകളിൽ നിന്ന് അത്തരം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സിനിമ ആസ് എ ഹോൾ ആൾക്കാരെ നമുക്ക് എത്ര രസകരമായിട്ട് ഒരു പുതിയ രീതിയിൽ അത് അവതരിപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിലോട്ട് ചിലപ്പം ചില കഥാപാത്രങ്ങൾ വരുമ്പോൾ അത് കൂടുതൽ രസകരമായേക്കാം. ഇപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഒന്നും അല്ലെങ്കിൽ ഇന്നത് ചെയ്യണമെന്നുമില്ല. ഞാൻ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടാണ് ഇപ്പം ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. എനിക്ക് ഏത് തരത്തിലുള്ള സിനിമകൾ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ പോലും ഞാൻ ഓപ്പണാണ്. ഒരു പക്ഷേ 1, 2, 3 സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് ശേഷം എനിക്ക് മറ്റ് അത്തരം ആഗ്രഹങ്ങളിലോട്ട് പോകാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഇനി അപ്കമിങ് പ്രൊജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ?
ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്നത് ഒരു ആക്ടിങ് പ്രോജക്റ്റാണ്. ആണല്ലേ? അത് ആൻ സരിക എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഒരു കോസ്റ്റ്യൂം ഡിസൈനറാണ്, പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ അഭിലാഷം എന്ന് പറഞ്ഞ സൈജു കുറുപ്പ് അഭിനയിക്കുന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ്. അവർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയുണ്ട്, സമൻസ് എന്നാണ് അതിൻ്റെ അകത്ത് പേര്. അപ്പോൾ അതിൽ ഞാനൊരു മെയിൻ വേഷങ്ങളിലൊന്ന് ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇപ്പം അടുത്ത ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ്. സംവിധാനം ചെയ്യാൻ വേണ്ടി ഞാൻ കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പം ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിലോട്ട് എത്തിയിട്ടില്ല, ഉടനെ എത്തുമായിരിക്കും എന്ന് വിചാരിക്കും. അത്ഭുതദ്വീപിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും? അത്ഭുതദ്വീപിൻ്റെ സെക്കൻഡ് പാർട്ട് അതിൻ്റെ ഡ്രാഫ്റ്റ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് അച്ഛൻ്റെ കഥയാണ്. അഭിലാഷ് പിള്ള അതിൻ്റെ അച്ഛൻ്റെ കൂടെ അത് എഴുതുന്നുണ്ട്. ഉണ്ണി മുകുന്ദനാണ് ലീഡ്. കാരണം ഉണ്ണിയും പക്രുച്ചേട്ടനും അഭിലാഷ് അച്ഛനൊക്കെ ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് ഒരു വലിയ പ്രോജക്റ്റാണ്. 10-40 കോടി രൂപയുടെ മുകളിൽ വരും എന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അത് കോമഡി ഫാമിലി മൂവി ആയിരിക്കും. അല്ല, തീർച്ചയായും അത്ഭുതദ്വീപ് ഫസ്റ്റിൻ്റെതായിട്ടുള്ള എല്ലാ ചെരുവുകളും 2-ലും അതിൽ നിന്നൊരു കംപ്ലീറ്റ്ലി അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കില്ല. അപ്പം തീർച്ചയായിട്ടും അത്ഭുതദ്വീപിൽ ഒരുപാട് തമാശകളുണ്ടായിരുന്നു. അതിനകത്തും രസമുള്ള ആക്ഷൻ സീക്വൻസസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. എനിക്കിപ്പോഴും എങ്ങനെയാണ് അത് ഡെവലപ്പ് ആവുന്നതെന്ന് കറക്റ്റ് അറിഞ്ഞൂടാ. കാരണം ഞാൻ ഇതിൻ്റെ പുറകിലിരിക്കുന്ന കാരണം അതിനെപ്പറ്റി ഇനി ഡിസ്കസ് ചെയ്യണം. പഴയ കാസ്റ്റിംഗ് വരാനായിട്ട് ചാൻസ് കുറവായിരിക്കും അല്ലേ? അല്ല, കുഞ്ഞന്മാരുടേതായിട്ടുള്ള ഇപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ അതിനകത്ത് ഉണ്ടാവും. പിന്നെ അതിനകത്ത് മെയിൻ കഥാപാത്രങ്ങൾ ഉണ്ടാവും. പിന്നെ ബാക്കി പുറത്തുനിന്ന് വരുന്നവരെ എങ്ങനെയാണ്, ആരൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലാരിറ്റി ഇല്ല. അതെ, നമുക്ക് അതിനുള്ളൊരു ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റായിട്ട്. കഥ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നു, അതിന്റെ ചെറിയ സീൻസുകളൊക്കെ ഡെവലപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പം അടുത്ത കൊല്ലം അവസാനം ഷൂട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. 2025 ലാസ്റ്റ് ഷൂട്ട് ചെയ്യാം എന്നാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം ഇത് കുറച്ച് റെസ്പോൺസിബിളായിട്ട് ചെയ്യേണ്ട ഒരു ഇതാണ്. കാരണം അത്ഭുതദ്വീപ് നല്ല രീതിയിൽ എന്താ പറയുക, 2005 ഇറങ്ങിയ സിനിമയാണെങ്കിൽ ഇപ്പോഴും അത് ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ 2ാം ഭാഗം വരുമ്പോൾ അത് 1-ാം ഭാഗം പോലെ തന്നെ ആൾക്കാരെ രസിപ്പിക്കുകയും അത്രയും ഒരു ലോങ് നല്ല രീതിയിൽ ഇഷ്ടമാവേണ്ട ഒരു പ്രോജക്റ്റും കൂടെയാണത്. അപ്പോൾ ആ ഒരു തോട്ട് വെച്ചിട്ടാണ് എഴുത്തും നടക്കുന്നത്. ഓക്കെ, എന്തായാലും അടുത്ത പ്രോജക്റ്റുകളൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. എന്തായാലും വീണ്ടും കാണാൻ പറ്റട്ടെ എന്നും കൂടെ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.